അങ്ങനെ ജീതു ജോസഫ് സാറിന്റെ നുണക്കുഴി കണ്ടു. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെയുള്ള ജോണേഴ്സ് ജീതു ചാന് പറ്റത്തില്ല. എന്റെ പൊന്നോ, ഇതേപോലൊരു കൂറപ്പടം. KR കൃഷ്ണകുമാറാണ് റൈറ്റിംഗ്. സ്ക്രീൻ പ്ലേ വളരെ മോശം. ഡയലോഗ്സ് ആണെങ്കിലും കഷ്ടപ്പെട്ട് ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കോമഡി ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഒരു കോമഡിയും 3 പേരുടെ കോമഡി മാത്രമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അവർ സ്ക്രീനിൽ വരുമ്പോൾ അവരുടെ പഞ്ച് ഡയലോഗും അവരുടെ കൗണ്ടറും അത് കണ്ടുകൊണ്ടിരിക്കാം നമുക്ക്. സിദ്ദിഖ് ക, മനോജ് കെ ജയൻ, ബൈജു, ഈ 3 പേര് എപ്പോഴൊക്കെ ഫ്രെയിമിൽ വരുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ചിരിക്കാം. കഥ വളരെ മോശം, പുവർ റൈറ്റിംഗ്. സ്റ്റാർട്ടിങ് തൊട്ട് ബോറാണ്. നമ്മളെ ഇരുത്തിങ്ങനെ അങ്ങ് കൊല്ലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീതു സാറിന് എപ്പോഴും ഞാനൊരു ലോജിക് ഡയറക്ടറായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പടത്തോട് എനിക്ക് മനസ്സിലായി അൺലോജിക്കലാണ് ഇതിനകത്ത് എല്ലാം. ബേസിലിന്റെ ജയ ജയ ഹേ അങ്ങനെയുള്ള എല്ലാ സിനിമകളിലുള്ള സാധാരണ സെയിം പെർഫോമൻസ്, ഒരു ഇംപ്രവൈസേഷനോ ഒന്നുമില്ല. ബേസിലിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ലെനയുടെ പെർഫോമൻസ് എന്റെ കണ്ടു കഴിഞ്ഞാൽ വാവേ 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 വേർപ്പീരിന്റെ ആശാത്തിയായിരുന്നു. നിഖിലയുടെ പെർഫോമൻസ് ആണെങ്കിലും ഒരു വ്യത്യസ്തമായ പെർഫോമൻസ് ആയിരുന്നു. ചിലപ്പോൾ ആ ക്യാരക്ടറിന് അതായിരിക്കും ഡിമാൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ നിഖില പെർഫോം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അൽത്താഫ് ഒരു ഡയറക്ടർ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പടം ആൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഇനി മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടോം ആൻഡ് ജെറിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കൊടുത്തേക്കുന്നത്. നുണക്കുഴി എന്ന് പറഞ്ഞൊരു സോങ് സ്ട്രെച്ച് ചെയ്ത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആ ഒരു പാട്ട് എഴപ്പിച്ചേക്കുവാണ്. പടത്തിനകത്ത് ഇനി കൊള്ളാവുന്ന DOP എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഡ്രോൺ ഷോട്ട്സ് ആണെങ്കിലും എല്ലാ ഷോട്ട്സും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഷൈജു ഗ്രൂപ്പിനെയൊക്കെ വെറുതെ അങ്ങ് എടുത്തേക്കുവാണ്. അജു വർഗീസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല പടത്തിനകത്ത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നുണക്കുഴി കുഴിയിൽ വീഴുന്ന അവസ്ഥയാണ്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ എല്ലാരെയും കണക്ട് ചെയ്തിട്ട് ഒരു അവിയല് പരുവം പോലെ ആക്കിയിട്ടുണ്ട്. അവിയലുള്ള പടങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം ഒരാഴ്ചക്കുള്ളിൽ OTT വരും. അപ്പൊ നുണക്കുഴിക്ക് നമുക്ക് 5-1.5 കൊടുക്കാം. അപ്പൊ അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.